അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ പറയാൻ പോകുന്ന വിഷയം സിഹിറേറ്റവൻ്റെ സങ്കടങ്ങൾ, ദുഃഖങ്ങൾ. ആർക്കും തിരിച്ചറിയാൻ പറ്റാത്ത, എന്നാൽ ആധുനിക ലോകം ഒരിക്കലും വിശ്വസിക്കാത്ത സിഹിർ, കൂടോത്രം അഥവാ ബ്ലാക്ക് മാജിക്. ഇതൊരു നഗ്ന സത്യമാണ്. ഒരു മനുഷ്യനെ സാമ്പത്തികമായും മാനസികമായും ശാരീരികമായും കുടുംബപരമായും തകർക്കാൻ പറ്റുന്ന ഒന്നാണ് സിഹിർ എന്നുള്ളത്. അദൃശ്യ ശക്തികളായ നെഗറ്റീവ് എനർജികളെ കൂട്ടുപിടിച്ചുകൊണ്ട് അതിൻ്റെ ഉപാസകർ പണം ലക്ഷ്യമാക്കി മാത്രം ചെയ്യുന്ന ഒരു നീച്ച പ്രവർത്തനമാണിത്. സിഹിറേറ്റവന് പോലും തനിക്ക് ഇങ്ങനെയൊന്ന് സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാകണമെങ്കിൽ വർഷങ്ങളുടെ സമയം വേണ്ടിവരും. ആദ്യം സാമ്പത്തികമായി തകർച്ച ഉണ്ടാവുക, ചെയ്തു പോരുന്ന ബിസിനസ്സുകൾ തകരുക, പാർട്ട്ണർമാർ ചതിക്കുക, കടക്കണിയിലേക്ക് പോവുക, അതല്ലെങ്കിൽ മാനസികമായി പ്രശ്നങ്ങൾ ഉണ്ടാവുക, മനസ്സിന് ഒരു സമാധാനമില്ലാത്ത, എപ്പോഴും ഒരു ദുഃഖം, എപ്പോഴും ഒറ്റയ്ക്കിരിക്കാനുള്ളൊരു തോന്നിച്ച, ആൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനും സംസാരിക്കാനുള്ള മടി, നാണം, ഉൾഭയം, ഡിപ്രഷൻ, ഇങ്ങനെ മാനസിക രോഗങ്ങളുടെ പല ലക്ഷണങ്ങളും ഒരു പിശാച് നെഗറ്റീവ് എനർജി ശരീരത്തിൽ പ്രവേശിക്കുന്ന വഴി ഉണ്ടാവും. അതുപോലെ തന്നെ കുടുംബപരമായിട്ടുള്ള തകർച്ച, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ, സഹോദരി സഹോദരന്മാർക്കിടയിലുള്ള അകൽച്ച, തർക്കങ്ങൾ, അടിപിടികൾ, വെറുപ്പ്. സിഹിറേറ്റവന് ആരോടും ഒരു ദേഷ്യം ഉണ്ടാവണമെന്നില്ല, എന്നാൽ മറ്റുള്ളവർക്ക് അവനോട് എന്തോ ഒരു ദേഷ്യം പോലെ, എന്തോ ഒരു പക പോലെ, ഒരു വെറുപ്പോടെയുള്ള സമീപനം. ഇങ്ങനെ കുടുംബപരമായും മാനസികമായും ശാരീരികമായുള്ള ഒറ്റപ്പെടലും സങ്കടവും ഇവനൊരു മാനസിക പ്രശ്നക്കാരനാക്കി ചിത്രീകരിക്കുകയും പല സ്ഥലങ്ങളിൽ പോയിട്ട് ചികിത്സിച്ചിട്ടും ചില ആൾക്കാർ ചികിത്സയുമായിട്ട് പോകും. അൽഹംദുലില്ലാഹ്, ചില ആൾക്കാർക്ക് റാഹത്ത് കിട്ടും. തുടക്കത്തിലൊക്കെ ആണെങ്കിൽ ഇതൊരുപാട് വർഷമായി കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള പ്രയാസമാണ്. രണ്ട് തരത്തിലൂടെ സിഹിർ ബാധിക്കാം. നേരിട്ട് കർമ്മങ്ങൾ ചെയ്യുന്നത് വഴി, ഭക്ഷണ പദാർത്ഥങ്ങൾ വഴി, ഇങ്ങനെ പല ആൾക്കാരും ചികിത്സ തേടി വരാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സങ്കടങ്ങൾ അനുഭവിക്കുന്ന ഒരാളാണെങ്കിൽ, മാനസികമായ പ്രശ്നവും ഈ പറയപ്പെട്ട പോലെ തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയമുണ്ടെങ്കിൽ തീർച്ചയായും ഈ സ്ക്രീൻ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഒരു പരിഹാരം ലഭിക്കുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.